നമസ്കാരം. ഞാൻ മിനിയാന്ന് ചെറുതേനീച്ചയെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതുമായിട്ട് അനുബന്ധിച്ച് കാണേണ്ട ഒരു വീഡിയോ ആണിത്. അതിൽ ഞാൻ നമ്മുടെ ടെറസിലുള്ള ഒരു TV യൂണിറ്റിൻ്റെ ഉള്ളിൽ തേനീച്ച വന്ന് പെടുകയും ആ തേനീച്ചക്കൂട് വേറെ ഒരു കൂട്ടിലേക്ക് ആക്കി ബ്രീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂടാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് ആ കൂട്. കണ്ടോ, ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ടെറസിലിങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതിപ്പം ഈച്ചകളിങ്ങനെ വന്നുകൊണ്ടും പോയിക്കൊണ്ടുണ്ട്. ഇതൊരു വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. ഒരു മൺകലെടുത്തിട്ട്, ഒരു പുതിയൊരു മൺകലെടുത്തിട്ട് അതിൽ ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഹോൾ കണ്ടു. അതിപ്പം തേനീച്ചരെ നല്ല എൻട്രിയൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണി വെച്ചിട്ട് കെട്ടിയിട്ടിട്ടുള്ള ഒരു സിമ്പിൾ തേനീച്ചക്കൂട് എന്ന് പറയാം. പിന്നെ ഇങ്ങനെ ഒരു കൂട് വെക്കുമ്പോൾ അതിവിടെ നല്ല പച്ചപ്പുള്ള സ്ഥലത്ത് തന്നെ വെക്കണം. എന്താ വെച്ചാൽ ഇവർക്ക് പൂമ്പൊടിയും തേനും ഒക്കെ എടുത്തിട്ട് കൊണ്ടുവരണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രകൃതി വിഭവങ്ങൾ അടുത്ത് തന്നെ ഉണ്ടാവണം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് പച്ചപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ കുര്യൻ സാറ് തന്ന പ്രചോദനം ആണ് പിന്നെയും അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മളെ പോകാൻ പ്രേരിപ്പിക്കുകയും 2 കൂട് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഈ ഔട്ട് ഹൗസ് ഇത് നമ്മുടെ ഔട്ട് ഹൗസാണ് കാണുന്നത്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് 2 കൂട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ താഴെ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പം ആ കൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഔട്ട് ഹൗസിലേക്ക് വേണ്ട ഇത് ആണ് നമ്മുടെ ഔട്ട് ഹൗസ്. അതിൽ ഒരു കൂട് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഉണ്ടോ, അതെ, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഈച്ചകൾ വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലേ, ഒന്ന് ഇത്, പിന്നെ വേറെ ഒന്ന് ഇപ്പുറത്തെ സൈഡിലാണ്. ഇത് കാണിച്ചു തരാം. ഇതാ, ഈച്ചകൾ ഇഷ്ടംപോലെ ഓടി പോകുന്നതും വരുന്നതൊക്കെ കാണാം. ഇതല്ലേ, അപ്പോൾ ഇത് നമ്മുടെ ഔട്ട് ഹൗസാണ്. തിരിക്കാനും ഒക്കെ ഇവിടെ വെച്ചാൽ കുറച്ച് നല്ലോണം പച്ചപ്പുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ തേനും പൂമ്പൊടിയെല്ലാം ഇഷ്ടംപോലെ ശേഖരിക്കാനുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഇപ്പോൾ ഈ 2 കൂടുകളും പിന്നെ മുകളിലുള്ളതും പിന്നെ ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം എന്താ അവസ്ഥ എന്നുള്ള ഒന്ന് തുറന്നു നോക്കും. എന്ന് വെച്ചാൽ ആ ചട്ടിയിൽ മൺകലത്തിൽ വെച്ചിരിക്കുന്നതിൽ ഇപ്പം റാണി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുര്യൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്നൊരു റാണി സെല്ല് കുറേ മുട്ടകൾ കൊണ്ടുവന്ന് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുക ചെയ്തത്. അതിപ്പം ഏകദേശം 1 മാസമായി. അപ്പോൾ അതിലിപ്പോൾ അത് റാണി വിരിഞ്ഞ് പുതിയ മുട്ടകൾ ഇട്ടിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതാണ് എനിക്ക് കാണിച്ചു തരാനുള്ളത്. ഓക്കെ.